ഇന്നത്തെ ലെസൺ പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റീവ് മൂഡ് ആണ്. കഴിഞ്ഞ 2 ലെസൺസിലായിട്ട് നമ്മുടെ പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡ് അതുപോലെ പാസ്റ്റ് സബ്ജക്റ്റീവ് മൂഡ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റീവ് മൂഡ് വളരെ ഈസി ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊണ്ട് നമുക്ക് ഈ ഒരു അഡ്വാൻസ്ഡ് ലെസൺ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ ഉള്ള സെൻറ്റൻസുകൾ നോക്കാം. എന്താണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്? ഞാൻ ഇവിടെയാണ്, നിങ്ങൾ അവിടെയാണ്, ഞാൻ ബാങ്കിലാണ്, ഞാൻ നല്ലതാണ്, ഞാൻ പൊക്കമുള്ളതാണ്, ഞാനൊരു ടീച്ചറാണ് എന്നൊക്കെ ഒരാൾ എങ്ങനെയാണ്, അതല്ലെങ്കിൽ എന്താണ് അയാളുടെ പ്രൊഫഷൻ, അതല്ലെങ്കിൽ അയാൾ എവിടെയാണ് എന്നൊക്കെ പറയുന്നതാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അപ്പോൾ അത്തരത്തിലുള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റീവ് മോഡ് ഉപയോഗിക്കുമ്പോൾ വരുന്നത്? ഇത് പാസ്റ്റ് ടെൻസിൽ ഒരു കാര്യം നടക്കുന്നു. ആ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത്. നമ്മൾ സങ്കല്പിക്കുകയാണ് അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എന്ന്. ഒരു കാര്യം നടന്നു കഴിഞ്ഞു, പക്ഷെ ഇന്നലെ ഞാൻ ബാങ്കിലായിരുന്നു. ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ബാങ്കിൽ ആയിരുന്നില്ലെങ്കിൽ എന്ന്. ഇന്നലെ ഞാൻ ഒരാളോട് വളരെ റൂഡായിട്ട് പെരുമാറി. അപ്പോൾ ഇന്ന് ചിന്തിക്കുകയാണ് ഞാൻ ഇന്നലെ ആ മനുഷ്യനോട് റൂഡായിട്ട് പെരുമാറിയിരുന്നില്ലെങ്കിൽ എന്ന്, ഞാൻ റൂഡായിരുന്നില്ലെങ്കിൽ എന്ന്, വളരെ പരുഷമായിട്ട് ബിഹേവ് ചെയ്തു. അപ്പോൾ ഞാൻ ഇന്നലെ ആ മനുഷ്യനോട് ബിഹേവ് ചെയ്തപ്പോൾ പെരുമാറിയപ്പോൾ റൂഡായിരുന്നില്ലെങ്കിൽ അത്രയ്ക്ക് വേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നില്ലേ? പല കാര്യങ്ങളും കഴിയുമ്പോൾ പാസ്റ്റിലെ ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റീവ് മൂഡ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലുള്ള സെൻറ്റൻസുകളാണ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലുള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റീവ് മൂഡിൽ ഉപയോഗിക്കേണ്ടത് എന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുകയാണ്. ഇന്നലത്തെ കാര്യമാണ്. ഇന്നലെ ഒരു കാര്യം ഇവിടെ നടന്നപ്പോൾ ഞാൻ ഇവിടെ ആയിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ, അതാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇന്നലെ ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ ഹാഡ് ബീൻ ഹിയർ യെസ്റ്റർഡേ. ഐ ഹാഡ് ബീൻ എന്നാണ് ഉപയോഗിക്കേണ്ടത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആവുമ്പോൾ. ഐ ഹാഡ് ബീൻ ഹിയർ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ ഇവിടെ ആയിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നു. ലാസ്റ്റ് വീക്ക് സംസാരിച്ചപ്പോൾ നീ എൻ്റെ ഫ്രണ്ടിനോട് വളരെ റൂഡായിട്ട് പെരുമാറി. ഞാൻ ആശിക്കുകയാണ്. എന്താണ് ആശിക്കുന്നത്? നീ അത്രയ്ക്ക് റൂഡായിരുന്നില്ലെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അത് ഇപ്പോഴാണ് ആഗ്രഹിക്കുന്നത്. പാസ്റ്റിലെ ഒരു കാര്യത്തെ പറ്റിയാണ്. കഴിഞ്ഞ ആഴ്ച നീ എൻ്റെ ഫ്രണ്ടിനോട് റൂഡ് ആയിരുന്നില്ലെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അപ്പോൾ റൂഡായിട്ട് പെരുമാറിയിട്ടുണ്ട്, അത് കഴിഞ്ഞുപോയി. പക്ഷേ ഇപ്പോൾ ആലോചിക്കുകയാണത്. ഐ വിഷ് യു ഹാഡ് നോട്ട് ബീൻ റൂഡ് ടു മൈ ഫ്രണ്ട് ലാസ്റ്റ് വീക്ക്. യു ഹാഡ് നോട്ട് ബീൻ, നോക്കൂ, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. റൂഡ് ആയിരുന്നില്ലെങ്കിൽ എന്നാണ് ഇവിടെ പറയുന്നത്. യു ഹാഡ് നോട്ട് ബീൻ റൂഡ് ടു മൈ ഫ്രണ്ട് ലാസ്റ്റ് വീക്ക്. അത് പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റീവ് മൂഡിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. കഴിഞ്ഞ മാസം ഞാൻ അവൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അതെങ്ങനെ പറയും? കഴിഞ്ഞ മാസം കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ്. ഐ വിഷ് ഐ ഹാഡ് ബീൻ വിത്ത് ഹിം ലാസ്റ്റ് മന്ത്. ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കഴിഞ്ഞ മാസം അവൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ സംഭവിച്ചിട്ടില്ല, പക്ഷേ ഇപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുകയാണ്, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന്. ഇങ്ങനെ യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് അറിയാം അത് കഴിഞ്ഞു പോയ ഒരു കാര്യം ആണ് എന്ന്. അപ്പോൾ അവിടെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴല്ലേ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വരുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഹാഡ് ബീൻ. ഹാഡ് ബീൻ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. റൂഡ് എന്നുപയോഗിച്ചത് ഒരു അഡ്ജക്റ്റീവാണ്. റൂഡ് ആയിരുന്നില്ലെങ്കിൽ എന്നുപയോഗിച്ചില്ലേ? അതുപോലെ തന്നെ ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ, ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഉപയോഗിക്കാം. ഇനി അടുത്തത് സ്റ്റേറ്റ് ഓഫ് പൊസഷൻ. സ്റ്റേറ്റ് ഓഫ് പൊസഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യം നമുക്ക് സ്വന്തമായി ഉണ്ട് എന്ന് പറയുമ്പോഴല്ലേ സ്റ്റേറ്റ് ഓഫ് പൊസഷൻ. ഐ ഹാവ് എ കാർ, എനിക്ക് ഒരു കാറുണ്ട്. യു ഹാവ് എ കാർ, നിങ്ങൾക്കൊരു കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്കുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് പൊസഷൻ ഉപയോഗിക്കുന്നത്. അതിന് ഹാവ്, ഹാസ് ഒക്കെ ഉപയോഗിക്കും. പാസ്റ്റ് ടൈമിൽ, കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മന്തോ കഴിഞ്ഞ ഇയറോ ഒക്കെ, അപ്പോഴൊക്കെ
അന്ന് എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അന്ന് ഉണ്ടായിരുന്നില്ല, പക്ഷേ അതിനെപ്പറ്റി ഇപ്പോൾ ആലോചിച്ച് നോക്കുകയാണ്. അന്ന് എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ, അന്ന് എനിക്ക് കുറേ പൈസ ഉണ്ടായിരുന്നെങ്കിൽ. പെർഫെക്റ്റ് സബ്ജക്റ്റീവ് മൂഡിലുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് പൊസഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ വീക്ക് എൻ്റെ കയ്യിൽ നിൻ്റെ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ കഴിഞ്ഞ വീക്ക് ഉണ്ടായിട്ടില്ല, നമ്പർ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, അത് ഉപയോഗിക്കാനും പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ അന്ന് കഴിഞ്ഞ വീക്കിൽ നിൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ. ഐ വിഷ് ഐ ഹാഡ് യുവർ നമ്പർ ലാസ്റ്റ് വീക്ക്. ഐ ഹാഡ് നോക്കൂ, ഹാഡാണ് ഉപയോഗിച്ചത്. ആദ്യത്തെ ഹാഡ് ഒരു ഹെൽപ്പിംഗ് വേർബാണ്. പിന്നത്തെ ഹാവ് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഹാവ് എന്നത് ഒരു പൊസഷൻ, ഹാവ് ഓൺ ചെയ്യുക എന്നൊരു മീനിങ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഹാവ്, ഹാഡ് എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് ഹാഡ്. കഴിഞ്ഞ മാസം അവനെ പഠിപ്പിക്കാൻ ഫിസിക്സിനെ പറ്റി എനിക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ. അറിവ് ഉണ്ടായിരിക്കുക, അറിവ് നോളജ്, അത് ഒരു നൗൺ ആണ്. നോളജ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. കഴിഞ്ഞ മാസം അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുകയാണ്. ഐ വിഷ് ഐ ഹാഡ് നോളജ് ടു ടീച്ച് ഹിം ഫിസിക്സ് ലാസ്റ്റ് മന്ത്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് കഴിഞ്ഞു, സ്റ്റേറ്റ് ഓഫ് പൊസഷനും കഴിഞ്ഞു. ഇനി ആക്ഷൻ. നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണ്, അങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ എന്ന്. അതല്ലെങ്കിൽ നടന്നില്ല, ഒരു കാര്യം നടന്നില്ല, ഒരു സംഭവം നടന്നില്ല, പക്ഷേ ഇപ്പോൾ അതങ്ങനെ നടന്നിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നു. പാസ്റ്റ് ടൈമിലെ കാര്യമാണ് എന്ന് ആലോചിക്കുക. ഇന്നലെ ഞാൻ അവനെ മീറ്റ് ചെയ്തിരുന്നെങ്കിൽ. ഇന്നലെ കഴിഞ്ഞുപോയി, മീറ്റ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇന്നലെ അവനെ മീറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ ഹാഡ് മെറ്റ് ഹിം യെസ്റ്റർഡേ. നോക്കൂ, ഐ ഹാഡ് മെറ്റ് എന്നത് മീറ്റ് എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോമാണ്. ഇന്നലെ അവൻ്റെ ക്യാമറ നീ റിട്ടേൺ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ക്യാമറ റിട്ടേൺ ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുകയാണ്. ഐ വിഷ് യു ഹാഡ് റിട്ടേൺഡ് ഹിസ് ക്യാമറ യെസ്റ്റർഡേ. ഇന്നലെ അവൻ്റെ ക്യാമറ തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് മന്ത് ഞാൻ ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ് വാങ്ങിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ ഹാഡ് പർച്ചേസ്ഡ് ദാറ്റ് എക്സ്പെൻസീവ് കാർ ലാസ്റ്റ് മന്ത്. അപ്പോൾ ആക്ഷൻ വേർബ് വരുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാഡ് ബീൻ എന്നാണ്. സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഹാഡ് എന്നാണ്. ഇനി ആക്ഷൻ വേർബുകളൊക്കെ ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഏത് വേർബാണോ ആ വേർബിൻ്റെ V3 ഫോം. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ആദ്യം സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റീവ് മൂഡ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ. ഐ വിഷ് യു ഹാഡ് ബീൻ മൈ ടീച്ചർ ലാസ്റ്റ് ഇയർ. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ലാസ്റ്റ് ഇയർ എൻ്റെ ടീച്ചർ ആയിരുന്നെങ്കിൽ എന്ന്. അത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യു ഹാഡ് ബീൻ മൈ ടീച്ചർ. അടുത്തത് സ്റ്റേറ്റ് ഓഫ് പൊസിഷനിലുള്ള ഒരു സെൻറ്റൻസ്. ഐ വിഷ് യു ഹാഡ് നോളജ് ടു ടീച്ച് മീ ഇംഗ്ലീഷ് ഗ്രാമർ. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്നെ പഠിപ്പിച്ചു തരാൻ, ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കാനുള്ള നോളജ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. പാസ്റ്റിൽ ഉണ്ടായിരുന്നു, അങ്ങനെ അന്ന് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല, നോളജ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. ഇനി വേറൊരു സെൻറ്റൻസ്, ഒരു ആക്ഷൻ വേർബ് വെച്ചുകൊണ്ട്. ഐ വിഷ് യു ഹാഡ് ടോട്ട് മീ ഇംഗ്ലീഷ് ഗ്രാമർ ലാസ്റ്റ് ഇയർ. ഞാൻ ആശിക്കുന്നു നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ എന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്ന്. ലാസ്റ്റ് ഇയർ എന്നെ ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. അപ്പോൾ നടക്കാത്തൊരു കാര്യത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ ആശിക്കുന്നത്, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന്. അതൊരു റിഗ്രറ്റാണ്. അപ്പോൾ ഇന്ന് പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റീവ് മൂഡ് മനസ്സിലായി കാണും എന്ന് കരുതുന്നു.